ഡോക്ടർ രജിത് കുമാർ ഒരു കാര്യം ആലോചിക്കണം. ഏതായാലും രജിത് കുമാറിന്റെ വീഡിയോ കാണുന്നിടയ്ക്ക് ഒരു സംഭവം ഞാൻ കുറച്ചുപേരുടെ അധപ്പതിച്ച പ്രവർത്തനങ്ങളാൽ പുതിയ തലമുറ നശിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് രണ്ട് വാക്ക് പറയാൻ പോകുന്നത്. പല രാഷ്ട്രീയ നേതാക്കൾക്കും അത് ഏത് പാർട്ടിയിലാണെങ്കിലും അവർക്ക് സീറ്റ് മതി, അവർക്ക് ഇതിന്റെ പേര് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നല്ല റാമ്പ് ആക്കുന്നോ അങ്ങനെ എന്തോ പറയാറുണ്ട്. എന്താണ് ഇതിന്റെ സംഭവം എന്നോ എന്തിനു വേണ്ടിയിട്ടാണ് ഇതെന്നോ ആർക്ക് വേണ്ടിയിട്ടാണെന്നോ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് കൊച്ചി പോലെയുള്ള വൻ നഗരങ്ങളിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഇതുവരെ എനിക്ക് അതിൻ്റെ അകത്ത് ക്ഷണോ കാര്യമോ ഒന്നും കിട്ടിയിട്ടില്ല. കുറേ ആൾക്കാർ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാകും. അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ടോ അങ്ങനെ നടക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മുടെ രജിത് കുമാർ ഇന്നലെ വന്നിട്ട് ഭയങ്കരമായിട്ടങ്ങ് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മെസ്സേജ് തള്ളു തന്നെയാണ്. വേറെ ഒന്നുമല്ല, നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ശരീരം കാണിച്ച് നിൽക്കുന്നവരെ നിങ്ങളൊക്കെ ക്യാൻസർ വന്ന് പൊടുത്തു ചാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രജി സാറ് നിൽക്കുന്നുണ്ട്. അപ്പൊ അണ്ണന് ഇങ്ങനെ ഒരു അവസരം കിട്ടി, അതായത് റാം ബാക്കിലൊക്കെ നടക്കാൻ തോന്നിയപ്പോഴേ അണ്ണൻ എന്താ പറയേണ്ടത്, സാർ എന്താ പറയേണ്ടത്, ഞാൻ വരുന്നില്ല, എനിക്ക് ഇമ്മാതിരി കോപ്രായത്തിനോട് താല്പര്യമില്ല എന്നല്ലേ പറയേണ്ടത്. പക്ഷെ ഇങ്ങേരെന്താ ചെയ്തത്, അങ്ങനെ വിളിക്കുന്നിടത്തേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റവും പറയും. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളൊന്നും റാം ബാക്കിന് പോകുന്നവരല്ല, നമ്മൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആരെയും കുറ്റവും പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോയിട്ടല്ലല്ലോ. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഔദാര്യങ്ങൾ പറ്റിയിട്ട് പിന്നെ പുറത്ത് വന്നിട്ട് ഇവരൊക്കെ ഇതിന് കുറ്റം പറയും. അതുപോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രജിത് കുമാർ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഇതുപോലെ തന്നെ വീടുകളിൽ ഈ സംഭവങ്ങളൊക്കെ കാണിക്കുന്നവരെ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങളൊക്കെ നശിക്കും. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. രജിത് കുമാർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. കാരണം ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ വരെ അനുഭവിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ 90 വയസ്സായി കഴിഞ്ഞാലും ഈ ഒരു കോപ്രായങ്ങൾ മൊത്തം നെറ്റിൽ ഉണ്ടാകും. അതുകൊണ്ട് കൊച്ചുമക്കൾക്ക് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നാണക്കേട് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അതൊക്കെ ഇവർക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ രജിത് കുമാർ പറയുന്നത് എന്താ, പകുതി ആൾക്കാരും ഇതിന്റെ അകത്ത് ഡിവോഴ്സായ ടീമുണ്ട്, കുലസ്ത്രീ പരിവേഷങ്ങൾ ചമയുന്നവരുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കുലസ്ത്രീയെ കണ്ട് ഞെട്ടിപ്പോയി അവിടുന്ന്. അതായത് ഈ ലൈവിൽ വന്നിട്ട് ഇവർ പറയുകയാണ്, ഇനി എന്തെങ്കിലും കാണണമെങ്കിൽ പേഴ്സണൽ ലൈവിൽ വരൂ, അതിന് 288 രൂപ ഇങ്ങനെ ചാർജ് ചെയ്യുന്നത്. ആ ഒരു ചാറ്റിൽ വരൂ, അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലും വലിയത് കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ചാറ്റ്, പേഴ്സണൽ ലൈവ്, ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാണിച്ചു കൊടുക്കും പരസ്യം പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും ഇനി ഇതിൻ്റെ മുകളിൽ കാണിക്കൽ ഇങ്ങനെ വരൂ. പിന്നെ ഇവരൊക്കെ ആകർഷിക്കാനിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരേ സാരി നേരിയാക്കിയിട്ടും അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് നേരിയാക്കിയിട്ടും ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കീറുകളും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ രജിത് കുമാർ പറഞ്ഞത് കൃത്യം തന്നെയാണ്. പിന്നെ രജിത് കുമാർ കുറെ തത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ കണ്ണേറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പൊന്ന് രജിത് കുമാർ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഞരമ്പ് രോഗികൾ മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഞരമ്പ് രോഗികൾ മാത്രമാണ് ഇതൊക്കെ കാണാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രജിത് കുമാർ സാർ ഇപ്പോഴും കാണിച്ചിരിക്കുന്ന ഈ റാം ബാക്ക് എന്ന് പറയുന്ന സാധനവും ഇതൊക്കെ ഞരമ്പ് രോഗികൾ മാത്രമേ കാണുന്നുള്ളൂ, അല്ലാതെ വേറെ ആരാ കാണുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും കമന്റ് ബോക്സിൽ ഒന്ന് പറയാമോ? അതായത് ഇവർ ഇതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ റാം ബാക്ക് എന്ന് പറയുന്ന ഈ സംഭവത്തോണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇതിന്റെ ഗുണം ആർക്കാണ്? അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ ഇവർക്ക് ഇതിനെ കൊണ്ട് എന്താണ് ഇത്? എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. അതാണ് എനിക്ക് പിന്നെന്താ പറയേണ്ടത്, ഇതുപോലെ ഈ രജിത് കുമാറിനെ പോലെയുള്ള ഒരു മനുഷ്യനെ വേണമെങ്കിൽ ഞാൻ ഇതിലൊന്നും വരൂല മക്കളെ, എനിക്കിതിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു ഒഴിവായിക്കൂടെ? പക്ഷെ അങ്ങേര് ഒഴിവാകത്തില്ല. കാരണം എന്താ, അങ്ങേരെല്ലാവരെയും കുറ്റവും പറയും. അങ്ങേര് ഇങ്ങനെയുള്ള വേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ കെട്ടി ആടുകയും ചെയ്യും. അതാണ് അങ്ങേര്. അതുപോലെ തന്നെ അങ്ങേര് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഇന്നലെ ഇപ്പോഴേ ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു പ്രസംഗത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ സിനിമയിലാണെങ്കിൽ അങ്ങ് കഥാപാത്രമാണ്, കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാന്ന്. ബിരിയാണിയിലെ കഥാപാത്രത്തിന് ഉടുക്കാണ്ട് നിൽക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞില്ലടോ? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ടിട്ട് ഇന്നും അതിൻ്റെ അകത്ത് അഭിനയിച്ച ആണുങ്ങളിലില്ലേ, അതായത് കനി കുസൃതിക്ക് പിന്നെ കുഴപ്പമില്ല, കാരണം വെച്ചാൽ മത്തായിൻ്റെ മോളായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ അകത്തുള്ള ആണുങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരുടെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും എന്ന് പറഞ്ഞ് ഇതിൻ്റെ ദുരിതം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കല. ഒരു കാക്കാവേഷം കെട്ടിയ ഒരു ചങ്ങായിയൊക്കെ വന്നിരുന്നു, അയാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭോഗം ഇതൊക്കെ ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ട് ആകെ ഭയങ്കരമായിട്ട് നാണം കെട്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ചില സിനിമകളിലുണ്ട്. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ഒരു പ്രശസ്ത നടി, ഇപ്പോഴും മലയാളത്തിലൊക്കെ ഉള്ള നടി, അവർ മാറു മുഴുവൻ കാണിക്കും. എന്താ അതിൻ്റെ ആവശ്യം? എന്താണ് ആ സിനിമക്ക്? എന്താ കഥാപാത്രത്തിന് എന്താ അതിൻ്റെ ആവശ്യം? നാട്ടുകാരെ കാണിക്കാനാണോ? അല്ല അവിടെ ഇങ്ങനെ നിന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടോ?
പിന്നെ കുറെ നാൾ മുമ്പ് ഒരു നടി പറയുന്നത് കേട്ടു, ബ്ലസ്സിയുടെ സിനിമയിൽ, ആ സിനിമയിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണ നഗ്നമായിട്ട് ലാലേട്ടന്റെ കൂടെ കിടക്കുക. എന്താ വിഷയം? അല്ല, ലാലേട്ടന്റെ കൂടെ കിടക്കുക എന്താ ആവശ്യം? എന്താ അതിന്റെ അകത്ത് പുതപ്പിന്റെ ഉള്ളിലല്ലേ കിടക്കുന്നത്? അതെന്താ എല്ലാവരും കാണുന്നുണ്ടോ? ഒന്നുമില്ല, വെറുതെ വന്നിട്ട് അങ്ങ് തട്ടു തന്നെ. അതായത് ഇതെന്തോ ഒരു വലിയ പ്രശ്നമാണ്, തിരക്കഥയിൽ ഇങ്ങനെയുണ്ട്, തിരക്കഥയിൽ ഇങ്ങനെയുണ്ട് എന്ന് ഇതൊക്കെ ജനങ്ങൾ കാണാൻ എന്താ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബുദ്ധിജീവികൾ എന്ന് പറയുന്ന അവകാശപ്പെടുന്ന മുത്തുച്ചിപ്പിക്കാറ്, അതായത് പഴയ മുത്തുച്ചിപ്പി കഥ എഴുതുന്ന ടീമുകൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് കുറെ കോപ്രായങ്ങൾ കാണിക്കുക. അത് എന്ന് പറയുന്നത് എന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊക്കെ മാന്യത ഷക്കീലക്കും ടീമിനും ഉണ്ടായിരുന്നു. ഉള്ള കാര്യം എന്താ പറയുന്നതിന്? ആ മാന്യത പോലും എന്ന് പറഞ്ഞാൽ ഇന്ന് ചില സിനിമാ താരങ്ങൾക്കില്ല. കാരണം അവർ ചില ഇറക്കുന്ന സിനിമകൾ ഈ അവാർഡ് പടന്നാ പറയുന്നത്. അവാർഡ് പടം എന്ന് പറഞ്ഞിട്ട് അവരിറക്കുന്ന ചില സിനിമകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ തൊലി ഉരിഞ്ഞു പോകും. അങ്ങനെയുള്ള പടങ്ങളാണ് ഇവരൊക്കെ കാണിക്കുന്നത്. എന്താ ഇതിൻ്റെ ആവശ്യം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, എൻ്റെ പൊന്ന് രജിത് കുമാർ സാറേ, നിങ്ങൾ പറയുന്നതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, രജിത് കുമാർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ്റെ പ്രസംഗം ഞാനൊക്കെ കേൾക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും എന്നറിയാം, താടിയൊക്കെ വെച്ച ആ സമയത്ത്, അതായത് ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് മുന്നേ ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ജീൻസിനെതിരെയുള്ള ഒരു സമരവും അതുപോലെ തന്നെ കൂവലും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴും ഞാനും ഒന്ന് പറഞ്ഞിരുന്നു. കാരണം എന്താ, രജിത് കുമാർ പറയുന്നത് ശരി ഇപ്പോഴെന്ന് പറയുന്നത്. പക്ഷെ അതിങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ രജിത് കുമാറും എന്താ മാറാൻ തുടങ്ങി. മാറ്റം എല്ലാവർക്കും വേണമല്ലോ, എല്ലാവരും എന്ന് പറഞ്ഞ ഫെയിമല്ലേ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫെയിമും വേണ്ട മണ്ണാങ്കട്ടിയും വേണമെങ്കിൽ എടേ ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇല്ലടേ എന്ന് പറയാ ചെയ്യുക. അതാ പറയേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാംബാക്കിന് വിളിക്കുമ്പോൾ എന്നാൽ പിന്നെ പോയിട്ട് അറിയാം. കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളെ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇങ്ങനെ പിന്നെ ഇങ്ങനെയൊന്നും പറയരുത്, ഇങ്ങനെ ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉപദേശം കൊടുക്കുക. എന്തോന്നാ രജിത് കുമാർ സാറേ നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതായത് നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴും നിങ്ങൾ എല്ലാ പരിപാടികളിലും പങ്കെടുക്കും. അത് കഴിഞ്ഞ് അതിനെ കുറ്റവും പറയും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ മാതിരി ഈ തൊട്ടിത്തരം പരിപാടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ വിവാഹ മോചിതര് തന്നെയാണ് ഇതിൻ്റെ പുറകിൽ. കാരണം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ നല്ലൊരു വരുമാനം തന്നെയാണ്, നല്ല പൈസ ഉണ്ടാക്കുന്നവരുണ്ട് ഇതിൻ്റെ അകത്ത് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടും. അല്ലാതൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞരമ്പന്മാർ ഇഷ്ടം പോലെയുണ്ട്. ഒന്ന് ലൈവ് ഓണാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തം വരും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പൈസ ആണെങ്കിൽ അപ്പം പോയിട്ട് കൊടുക്കുകയും ചെയ്യാം. ആ ഒരു സമയത്ത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ 500 ദിറംസ് വരെ ഇട്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട രജിത് കുമാർ സാർ, ഇങ്ങനെയുള്ള പ്രോഗ്രാം ഒന്ന് വിട്ടു നിന്നിട്ട് നിങ്ങൾ ഇതിനെതിരെ കൃത്യമായിട്ട് പോരാടുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ദഹിക്കൂല. കാരണം നിങ്ങൾ പറയണം, ഞാൻ ഇന്ന പ്രോഗ്രാം ഒന്ന് വിട്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ എനിക്കൊരു ഗുണവുമില്ലാത്ത. ഇപ്പൊ രജിത് കുമാറിന് ആ റാംബാക്ക് പോയിട്ട് എന്ത് ഗുണമാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല. കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടാവും. ഉള്ള കാര്യം എന്താ പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇടുന്നത് ആരാന്നെല്ലാം നമുക്കറിയാം. എന്താണെന്ന് വെച്ചാൽ സിനിമാ താരങ്ങളുടെയൊക്കെ പുറകെ പോയിട്ട് നല്ല വണ്ടിയാണല്ലോ, അവർ കയറുമ്പോഴാണ് നല്ല വണ്ടിയാണല്ലോ, അതുപോലെ തന്നെ വയറ് നിറഞ്ഞിരിക്കുന്നുണ്ടോ, ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചേച്ചി, ഇതൊക്കെയാണ് യുവമാരുടെ ക്യാപ്ഷൻ. ഇതിനു വേണ്ടിയിട്ട് ഓരോരോ കോപ്രായങ്ങൾ കിട്ടിയിട്ട് രജിത് കുമാർ പിന്നീട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഉപദേശം കൊടുത്താലേ ഇത് ആരെങ്കിലും കേൾക്കാനുണ്ടാവും. അതാ എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം കേട്ടാ. പിന്നെ വേറൊരു കാര്യം, ഇത് നമ്മളെ സെലിബ്രിറ്റിനെ പറ്റിയാ പറയുന്നുണ്ട്, പക്ഷെ സെലിബ്രിറ്റിന്റെ കൂടെ തന്നെയാണ് വീഡിയോയിലുള്ളത്. ബൈ ബൈ.